നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തൻ്റെ 10 വർഷത്തിനിടയിൽ കുറഞ്ഞത് 30 രാജ്യങ്ങളെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഖജനാവിൽ നിന്നും അദ്ദേഹം കുറഞ്ഞത് 10 കോടി രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. പിണറായി വിജയൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ നിർബന്ധമായും കൂടെ പോകുമായിരുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥ പരിവാരങ്ങളും പിണറായിക്കൊപ്പം പോകും. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ ചെന്ന് ഇരുന്നത് ഇരുമ്പ് കസേരയിലാണെങ്കിലും പിണറായി അന്തി ഉറങ്ങുന്നത് 7 സ്റ്റാർ ഫെസിലിറ്റിയുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. ഹയത്ത് പോലുള്ള ഹോട്ടലുകളിൽ മാത്രമേ പിണറായിക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂ. പക്ഷേ പിണറായിയുടെ വിദേശയാത്ര കൊണ്ട് ഈ നാട്ടിലേക്ക് 1 രൂപയുടെ വിദേശ നിക്ഷേപം വന്നോ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. ഇതുകൂടാതെയാണ് ലോക കേരള സഭ എന്ന പേരിൽ പ്രവാസികളെ കേരള സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ഉഡായിപ്പുമായി പിണറായി ഭരണകാലത്ത് തുടക്കമിട്ടത്. ഇങ്ങനെ കുറേ പ്രാഞ്ചിയേട്ടന്മാരെ സൽക്കരിച്ച് അവർക്ക് വേണ്ടി പണം മുടക്കി എന്നല്ലാതെ അവരാരും 1 രൂപ പോലും ഇവിടെ നിക്ഷേപിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിൻ്റെ അമേരിക്കൻ യാത്രയെ നമ്മൾ വിലയിരുത്താൻ. രാജേഷ് അമേരിക്കയ്ക്ക് പോയത് ഫൊക്കാന എന്ന സംഘടന അവരുടെ ഒരു വാർഷിക പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച് അമേരിക്കയിലെ ചില മേയർമാരോട് കാണാൻ കഴിയും എന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ്. 8 ദിവസം മാത്രമാണ് രാജേഷ് തിരുവനന്തപുരത്തുനിന്ന് വിട്ടുനിന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ സമയം കൂടി കണക്കിലെടുത്താണിത്. ഈ 8 ദിവസം കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് സാധിക്കാത്ത വിധത്തിൽ അമേരിക്കയിൽ പലയിടങ്ങളിൽ സന്ദർശിക്കുകയും തിരുവനന്തപുരം നഗരത്തിന് ഗുണകരമാവുന്ന പല ചർച്ചകൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. 1 രൂപ പോലും ഇതിനു വേണ്ടി നഗരസഭയുടെയോ സർക്കാരിൻ്റെയോ ചെലവിൽ നിന്ന് എടുത്തിട്ടില്ല. അതൊക്കെ മുടക്കിയത് ക്ഷണിച്ച സ്വകാര്യ സംഘാടകരാണ്. എന്നിട്ടും പിണറായി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഡോക്ടർ MV പിള്ള അടക്കമുള്ള സകല ആളുകളെയും കയ്യിലെടുക്കാൻ രാജേഷിന് കഴിഞ്ഞു. ഡോക്ടർ MV പിള്ളയെ നമുക്കറിയാം, ലോകപ്രസിദ്ധമായ മയോ ക്ലിനിക്കിലെ ഉയർന്ന ഡോക്ടറാണ്. MV പിള്ള തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള വിളപ്പൻശാലയിലെ സ്ഥലത്ത് മയോ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ ഒരു ക്യാൻസർ റിസർച്ച് സെന്റർ തുടങ്ങാം എന്ന് വാക്കുകൊടുത്തത് തന്നെ ഈ യാത്രയുടെ നേട്ടമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിണറായിക്ക് പലവട്ടം അമേരിക്കയിൽ ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടും പിണറായിക്ക് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ പോലും തോന്നിയിട്ടില്ല എന്നോർക്കണം. MV പിള്ള തൻ്റെ പേന കൊണ്ട് സ്വന്തമായി ഇങ്ങനെ എഴുതി കൊടുത്തു: ഡിയർ VVR ആൻഡ് ശ്രീകുമാർ, ജഡ്ജിങ് ഫ്രം ദ റെസ്പോൺസ് ഫ്രം കേരള, ഇറ്റ് ലുക്സ് ലൈക്ക് യു ബോത്ത് കെയിം സോ അൺകോൺക്വേറ്റ്. കേരളത്തിൽ നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ നിങ്ങൾ വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു. There is all-round appreciation and goodwill to both of you. I didn't know about the stigma around Vilappinshala. We may be able to erase it forever by bringing Center of Excellence, partnering with the world-renowned institutions like Mayo, John Hopkins, etc., utilizing the stigmatized land, a school of public health at Vilappinshala with guidance from John Hopkins University may be the best penance for any wrongdoing to that place. I am sure Government of India will strongly support under Modiji's leadership. കുറച്ചുകൂടി കത്ത് പോവുകയാണ്. ഇത് രാജേഷിൻ്റെ വെറും അവകാശവാദമല്ല. ഡോക്ടർ MV പിള്ള കൃത്യമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു, എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് തെളിയിക്കാൻ കാണിച്ചതാണ്. 8 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന രാജേഷ് തൻ്റെ തിരക്കുകളിലേക്ക് കയറി കഴിഞ്ഞു. രാജേഷിൻ്റെ അമേരിക്കൻ യാത്ര സംഗ്രഹിച്ച് അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള ഡോക്ടർ രഞ്ജിത്ത് പിള്ള എനിക്ക് അയച്ചു തന്നൊരു കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അമേരിക്കയിൽ എത്തിയത് മുതൽ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നത് വരെയുള്ള ഏകദേശം 174 മണിക്കൂർ. കണക്കിൽ അത് 7 ദിവസത്തിലധികം മാത്രം. പക്ഷേ 174 മണിക്കൂറിനുള്ളിൽ നടന്ന കാര്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും: ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ സാധിച്ചു? നഗരങ്ങൾ മാറി, വിമാനങ്ങൾ വൈകി, വിമാനത്താവളങ്ങൾ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു, 100 കണക്കിന് മൈലുകൾ റോഡിലൂടെ സഞ്ചരിച്ചു. ചില ദിവസങ്ങൾ അർദ്ധരാത്രിയോടെയാണ് വിശ്രമം. അടുത്ത യാത്രയ്ക്കായി പുലർച്ചെ വീണ്ടും എഴുന്നേൽക്കേണ്ടി വരുന്നു. എന്നാൽ ഈ യാത്രയിലുടനീളം ആവർത്തിച്ച് കേട്ടത് ഒരേ ഒരു പേര് മാത്രം: തിരുവനന്തപുരം. ആദ്യ ദിവസം തന്നെ ദൗത്യം തുടങ്ങി. ഓഗസ്റ്റ് 2 വൈകിട്ട് 4:30 അമേരിക്കയിലെത്തിയ തിരുവനന്തപുരം മേയർ VV രാജേഷ് യാത്രാക്ഷീണം വകവയ്ക്കാതെ അതേ ദിവസം രാത്രി 8 മണിയോടെ ഒരു കമ്മ്യൂണിറ്റി അവാർഡ് ചടങ്ങിൽ പങ്കെടുത്തു. ഓർക്കണേ, ഏതാണ്ട് 24 മണിക്കൂർ യാത്ര ചെയ്താണ് അമേരിക്കയിൽ എത്തുന്നത്. ആ സാന്നിധ്യത്തിന് പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രശസ്ത ഡോക്ടറും മലയാളി സമൂഹത്തിലെ മുതിർന്ന വ്യക്തിത്വവുമായ ഡോക്ടർ MV പിള്ളയെ നേരിൽ കാണുക. ആ കൂടിക്കാഴ്ച ഒരു സൗഹൃദ സന്ദർശനത്തിൽ ഒതുങ്ങിയില്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, അക്കാദമിക് മേഖലകളിലേക്ക് അമേരിക്കയിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെയും
മലയാളി പ്രൊഫഷണലുകളുടെയും അറിവും ബന്ധങ്ങളും എങ്ങനെ എത്തിക്കാമെന്ന ചർച്ചയുടെ ആദ്യപടിയായി അത് മാറി. വിമാനം വൈകിയെങ്കിലും ദൗത്യം വൈകിയില്ല. അടുത്ത ഘട്ടം ഹൂസ്റ്റണിൽ. ഏകദേശം 4 മണിക്കൂർ വിമാനയാത്രയ്ക്കൊപ്പം അപ്രതീക്ഷിതമായ ഫ്ലൈറ്റ് വൈകലും വിമാനത്താവളത്തിലെ അധിക കാത്തിരിപ്പും. എന്നാൽ ഹൂസ്റ്റണിലെത്തിയതോടെ വീണ്ടും തിരക്കേറിയ ഔദ്യോഗിക പരിപാടികൾ. രാവിലെ 9:30 സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യുവുമായുള്ള കൂടിക്കാഴ്ച. ഒരു അമേരിക്കൻ നഗരവും കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരവും തമ്മിൽ നഗരഭരണം, സാങ്കേതികവിദ്യ, സാമൂഹിക പദ്ധതികൾ, അനുഭവ പങ്കിടൽ തുടങ്ങിയ മേഖലകളിൽ ബന്ധം സൃഷ്ടിക്കാൻ സാധ്യതകളായിരുന്നു ചർച്ചയുടെ കേന്ദ്രം. അവിടെ നിന്ന് ഏകദേശം 45 മിനിറ്റ് യാത്ര ചെയ്ത് അടുത്ത കൂടിക്കാഴ്ച മിസോറി സിറ്റി മേയർ റോബിൻ എലക്കാട്ടുമായി. തിരുവനന്തപുരം മിസോറി സിറ്റി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഭാവിയിൽ സിസ്റ്റർ സിറ്റി മാതൃകയിലുള്ള സഹകരണത്തിന്റെ സാധ്യതകളും ചർച്ചയായി. തുടർന്ന് മിസോറി സിറ്റിയിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും മൃഗസംരക്ഷണ അനിമൽ ഷട്ടിൽ സംവിധാനങ്ങളും നേരിൽ മനസ്സിലാക്കാനുള്ള സന്ദർശനങ്ങളും ചർച്ചകളും നടന്നു. തിരുവനന്തപുരം നഗരത്തിന് പ്രായോഗികമായി സ്വീകരിക്കാവുന്ന മാതൃകകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. 4-5 മണിക്കൂർ നീണ്ട ഔദ്യോഗിക ഇടപെടലുകൾ കഴിഞ്ഞിട്ടും ദിവസം അവസാനിച്ചില്ല. ഹോട്ടൽ മുറിയിലെത്തിയ ശേഷവും തിരുവനന്തപുരം മേയറുടെ ഓഫീസുമായുള്ള ആശയവിനിമയം തുടർന്നു. അമേരിക്കയിലെ ചർച്ചകളിൽ ഉയർന്നു വന്ന ആശയങ്ങളും സാധ്യതകളും നാട്ടിലെ സംഘവുമായി പങ്കുവച്ചു. വിശ്രമം രാത്രി 12 കഴിഞ്ഞാണ്. ഓഗസ്റ്റ് 5 ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നും ഹാരിസ് കൗണ്ടിയുടെ IT നേതൃത്വത്തിലേക്ക്. ഓഗസ്റ്റ് 5 വൈകുന്നേരം ഹൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിലും മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ മേയർ പങ്കെടുത്തു. പ്രവാസി മലയാളികളുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ ആശയങ്ങളും പ്രതീക്ഷകളും കേൾക്കാനും ലഭിച്ച മറ്റൊരവസരമായിരുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ പരിപാടിയോടെ ആ ദിവസം അവസാനിച്ചില്ല. അവിടെ നിന്ന് മറ്റൊരു നിർണായക കൂടിക്കാഴ്ചയിലേക്ക്. അമേരിക്ക ഏറ്റവും വലിയ കൗണ്ടുകളിലൊന്നായ ഹാരിസ് കൗണ്ടിയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുമായി കൂടിക്കാഴ്ച. ഇവിടെ ചർച്ചയുടെ കേന്ദ്രം IT ആയിരുന്നു. ഇന്ത്യയിലെ പ്രധാന IT കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം കൈവരിച്ച സാങ്കേതിക പരിചയവും അവിടെയുള്ള IT ടാലന്റ് പൂൾ കമ്പനികൾ, ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റം എന്നിവയും ഹാരിസ് കൗണ്ടിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന സാധ്യതകൾ ചർച്ചയായി. തിരുവനന്തപുരത്ത് കേവലം സഹായം തേടുന്നൊരു നഗരം എന്നതിലുപരി സ്വന്തം സാങ്കേതിക ശേഷി പങ്കുവയ്ക്കാനും അതിലൂടെ ഇരുവിഭാഗത്തിനും പ്രയോജനപ്പെടുന്ന ഒരു വിൻ വിൻ പാർട്ണർഷിപ്പ് സൃഷ്ടിക്കാനും കഴിയുന്ന നഗരമായി അവതരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അടുത്ത ഘട്ടം ഡാലസ്. ഏകദേശം 6 മണിക്കൂർ റോഡ് യാത്ര. ഡാലസിൽ MV പിള്ളയുമായി 2ാം ഘട്ട ചർച്ച നടന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ ആരംഭിച്ച ആശയങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും തിരുവനന്തപുരം നഗരത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ അമേരിക്കയിലെ പ്രമുഖ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കാനുമുള്ള സാധ്യതകൾ പരിശോധിക്കാനുമായിരുന്നു ശ്രമം. കമ്മ്യൂണിറ്റി പൊതുപരിപാടിയിലും മേയർ പങ്കെടുത്തു. ഓഗസ്റ്റ് 6 ഡാലസിലെ പൊതുപരിപാടികൾക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രവും സന്ദർശിച്ചു. തിരക്കേറിയ ഔദ്യോഗിക യാത്രക്കിടയിലും അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളുമായുള്ള ബന്ധത്തിനും സമയം കണ്ടെത്തിയ സന്ദർഭമായിരുന്നു അത്. പുലർച്ചെ 4 മണിക്ക് വീണ്ടും വിമാനത്താവളത്തിലേക്ക്. അടുത്ത യാത്ര വാഷിംഗ്ടൺ DC. പുലർച്ചെ 4 മണിയോടെ തന്നെ യാത്ര ആരംഭിച്ചു. വാഷിംഗ്ടണിൽ ഇന്ത്യൻ എംബസിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ തിരുവനന്തപുരം നഗരത്തിന് പ്രയോജനപ്പെടാവുന്ന സാംസ്കാരിക കൈമാറ്റം, സ്ഥാപനതല സഹകരണം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ സാധ്യതകൾ ചർച്ചയായി. അവിടെ നിന്നും വീണ്ടും റോഡിലേക്ക്. ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്ത് പെൻസിൽവേനിയയിലേക്ക്. അമേരിക്കയിലെ മലയാളി സംഘടന രംഗത്തെ പ്രധാന കൂട്ടായ്മയായ ഫൊക്കാനയുടെ കൺവെൻഷനിൽ പങ്കെടുത്തു. ഈ അമേരിക്കൻ സന്ദർശനത്തിന് വഴിയൊരുക്കുന്നതിൽ സംഘടനയുമായി ബന്ധപ്പെട്ടവരുടെ ഇടപെടലുകൾ പ്രധാനമായിരുന്നു. പക്ഷെ അവിടെയും ദിവസം അവസാനിച്ചില്ല. 3 മണിക്കൂർ കൂടി യാത്ര, ഡോക്ടർമാരുമായും പ്രൊഫഷണലുകളുമായും ചർച്ച. അതേ രാത്രിയിൽ വീണ്ടും മണിക്കൂറുകളോളം നീണ്ട റോഡ് യാത്ര. കേരള വംശജരായ ഡോക്ടർമാരുടെ വലിയൊരു പ്രൊഫഷണൽ കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ ഉയർത്തിയ ചോദ്യം വളരെ ലളിതമായിരുന്നു. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന മലയാളി ഡോക്ടർമാരുടെയും യുവ പ്രൊഫഷണലുകളുടെയും അക്കാദമിക് ബന്ധങ്ങളും അനുഭവ സംഭവത്തും തിരുവനന്തപുരത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? മുതിർന്ന ഡോക്ടറുമായി മുഖാമുഖം ചർച്ചകൾ നടന്നു. സർവകലാശാലകൾ, മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് സ്ഥാപനങ്ങൾ, ഗവേഷണ പരിശീലന സംവിധാനങ്ങൾ എന്നിവയുമായി ഭാവിയിൽ തിരുവനന്തപുരത്തും സഹകരിക്കുന്നത് ചർച്ചാമേശയിലെത്തി. IT സംരംഭകരുമായും സാങ്കേതിക മേഖലയിൽ വിദഗ്ധരുമായി നടന്ന ചർച്ചകളിൽ തിരുവനന്തപുരം നഗരത്തിന്റെ IT ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് സാധ്യതകളിലേക്ക് അമേരിക്കൻ പ്രൊഫഷണൽ ശൃംഖലയെ കൂടുതൽ ശക്തമായി ബന്ധിപ്പിക്കാനുള്ള വഴികളും പരിശോധിച്ചു. ഓഗസ്റ്റ് 8 യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോഴും വേഗം കുറഞ്ഞില്ല. ഓഗസ്റ്റ് 8 വൈകുന്നേരം RVNS കോളേജ് അലുമിനി അംഗങ്ങളുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ പങ്കെടുത്തു. പഴയ സൗഹൃദങ്ങളുടെ ഒത്തുചേരൽ മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണലുകളുടെയും പങ്കാളിത്ത സാധ്യതകൾ പങ്കുവയ്ക്കാനുള്ള വേദിയായി അത് മാറി. മടക്കയാത്രയ്ക്കുള്ള വഴിയിൽ ന്യൂയോർക്കിലും 2 കൂടിക്കാഴ്ചകൾ ക്രമീകരിച്ചു. അതായത് അമേരിക്കയിലെത്തി ആദ്യ മണിക്കൂറിൽ ആരംഭിച്ച കൂടിക്കാഴ്ചകളുടെ പരമ്പര ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര അവസാന മണിക്കൂറിലും അവസാനിച്ചിരുന്നില്ല. ഇനി ഈ യാത്രയെ സമയത്തിൻ്റെ കണക്കിലൊന്ന് നോക്കാം. 174 മണിക്കൂർ
അതിൽ ഏകദേശം 40 മണിക്കൂർ റോഡ് യാത്ര, ഏകദേശം 12 മണിക്കൂർ വിമാനയാത്ര, അതിനു പുറമെ വിമാനത്താവളത്തിലെ കാത്തിരിപ്പുകൾ, നഗരങ്ങൾ മാറിയുള്ള പരിപാടികൾ, മേയർമാരുമായുള്ള ഔദ്യോഗിക ചർച്ചകൾ, പാരീസ് കൗണ്ടിയുടെ IT നേതൃത്വവുമായി കൂടിക്കാഴ്ച, എംബസി ചർച്ചകൾ, മാലിന്യ സംസ്കരണവും മൃഗസംരക്ഷണ സംവിധാനങ്ങളും നേരിൽ പഠിക്കൽ, ഡോക്ടർമാർ, അക്കാദമിക് വിദഗ്ധർ, IT സംരംഭകർ, യുവ പ്രൊഫഷണലുകൾ, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവരുമായി സംവാദങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, കമ്മ്യൂണിറ്റി പൊതുപരിപാടികൾ, ഫൊക്കാന കൺവെൻഷൻ, അലുമിനി മീറ്റ് ആൻഡ് ഗ്രീറ്റ്, ന്യൂയോർക്കിലെ അവസാനത്തെ കൂടിക്കാഴ്ചകൾ, പല ദിവസങ്ങളിലും അർദ്ധരാത്രി വരെ പ്രവർത്തനം, വീണ്ടും പുലർച്ചെ യാത്ര. ഇത്രയും കാര്യങ്ങൾ 174 മണിക്കൂറിനുള്ളിൽ എങ്ങനെ സാധിച്ചു? അതിന് ഉത്തരം VV രാജേഷിന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും തന്നെയാണ്. പക്ഷേ അതിനൊപ്പം മറ്റൊരു കഥ കൂടിയുണ്ട്. തെരശ്ശേരിക്ക് പിന്നിലെ ടീം. 174 മണിക്കൂറിൻ്റെ യാത്രയുടെ കഥ പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ടീമിനെ കുറിച്ച് പറയാതെ ഇത് പൂർണ്ണമാവില്ല. മേയറുടെ അമേരിക്കൻ സന്ദർശനം ആദ്യഘട്ടത്തിൽ ആലോചനകളിൽ നിർണായകമായി പങ്കുവഹിച്ച ശ്രീകുമാർ പരിപാടികൾ വിവിധ മേഖലകളിലും കൂടിക്കാഴ്ചകൾക്കും രൂപം നൽകുകയും അവയെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ രഞ്ജിത്ത് പിള്ള, വിവിധ നഗരങ്ങളിലെ ഏകോപനത്തിൽ ഒപ്പം നിന്ന അനിൽ ആറന്മുള, മാധവൻ നായർ, GK പിള്ള ഇവരുടെ കൂട്ടായ പ്രവർത്തനമാണ് അതീവ സങ്കീർണമായ യാത്രാ പദ്ധതിയെ പ്രായോഗികമാക്കാൻ സഹായിച്ചത്. ഇങ്ങനെ പോകുന്നു അതിൻ്റെ വിശേഷണങ്ങൾ. എന്തായാലും VV രാജേഷ് നമ്മുടെ ജനപ്രതിനിധികൾക്ക് മാതൃകയാണ്. കേവലം ഒരു നഗരസഭ മേയറായിട്ടും രാജേഷ് ഒരു മന്ത്രിയേക്കാൾ, ഒരുപക്ഷെ സർക്കാരിനേക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് പിണറായി വിജയനെയും കൂട്ടരെയും എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയാൻ തോന്നുന്നത്.